ഒരു സഡൻ പ്ലാൻ ചെയ്ത് രാവിലെ വീട്ടിൽ നിന്ന് കന്യാകുമാരിക്ക് പോകാമെന്ന് പറഞ്ഞിറങ്ങി. അങ്ങനെ നാഗർകോവിൽ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി. അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് അടുത്ത ബസ് കയറി കന്യാകുമാരിക്ക് പോകാമെന്നായിരുന്നു പ്ലാൻ. ഹോട്ടലിൽ വന്ന് ബാത്റൂമിലൊക്കെ പോയി ഫ്രഷപ്പൊക്കെ ആയിട്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിരുന്നു. കഴിച്ചൊക്കെ കഴിഞ്ഞ് അടുത്ത ബസ് കയറാമെന്ന് പറഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് അമ്മയുടെ സഡൻ പ്ലാൻ ചേഞ്ച്. ആദ്യമേ നമ്മൾ പോകുന്ന ഉപരിക്കുക, അത് കഴിഞ്ഞ് കന്യാകുമാരി പോകാമെന്ന്. ആദ്യമേ ഞങ്ങളൊന്ന് ഷോക്കായെങ്കിലും പിന്നെ ഓർത്തതെങ്കിൽ ഉപരിക്ക് പോയിട്ട് കന്യാകുമാരി പോകാമെന്ന്. പക്ഷെ ഞങ്ങളൊരു ബസ്സേ കയറി. ജന്മത്തിന് ഞാൻ ബസ്സേ കയറത്തില്ല. ആ പച്ച വണ്ടി ഉണ്ടല്ലോ തമിഴ്നാട്ടിൽ, അത് ഉലകം മൊത്തം ചുറ്റിയിട്ട് 1.5 മണിക്കൂർ കൊണ്ട് പോകേണ്ട സ്ഥലത്ത് ഞങ്ങൾ 3.5 മണിക്കൂർ കൊണ്ട് എത്തിച്ചേ. സ്ഥലമൊക്കെ കണ്ടിരുന്ന് പോകാമെങ്കിലും ഇരുന്നിരുന്ന് കുണ്ടിയുടെ ഇടപാട് തീർന്നു. അങ്ങനെ ഏഴഞ്ഞേറ്റ അവസാനം ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ വന്ന് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് അമ്മ അവിടെ ഒരു വീട്ടിൽ ഷിക്സുവിനെ കാണുന്നത്. ആ കാണാൻ ക്യൂട്ടാണല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ നോക്കി നിന്നപ്പോഴത്തേനും അത് ഞങ്ങളെ കുറച്ച് വിരട്ടി. അങ്ങനെ അമ്മയുടെ കുറേ നാളത്തെ ആഗ്രഹം നടന്നു കേട്ടോ. അമ്മയ്ക്ക് ഒത്തിരി നാളുകൊണ്ടുള്ള ആഗ്രഹമായിരുന്നു ഈ പള്ളിയിലൊന്ന് വരണമെന്ന്. സെൽവമാത ചർച്ച് എന്ന ഈ പള്ളിയുടെ പേര്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അടി കപ്പലും മേളി എയ്റോപ്ലെയിനും, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പള്ളി പോലെ അത് ഓപ്പൺ ആയിട്ടിരിക്കും. ഇതിനു വേണ്ടിയാണ് അമ്മ പ്ലാൻ ചേഞ്ചിങ് വരെ നടത്തിയത്. നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഏതെങ്കിലും പ്ലാൻ ചേഞ്ചർ ഉണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അവിടെ നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടുത്തെ വ്യൂ ഒക്കെ കണ്ടു നിന്നു കേട്ടോ. നല്ല രസം അവിടുത്തെ വ്യൂ ഒക്കെ കാണാൻ. ഈ ചർച്ചിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പം അവിടുത്തെ ഓരോരോ തൂണിലും ഓരോരോ രാജ്യത്തിൻ്റെ ഫ്ലാഗും അതിൻ്റെ പേരും ഒക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. ബസ്സിൽ കയറിയപ്പോൾ എന്തിനാടാ ഇങ്ങോട്ട് വന്നതെന്നും പറഞ്ഞുകൊണ്ട് റിഗ്രറ്റ് തോന്നിയെങ്കിലും ഇവിടെ വന്നിട്ട് എനിക്കത് തോന്നിയില്ല. കാരണം ഇവിടെ ഇരിക്കാൻ തന്നെ ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ള എൻവയോൺമെൻ്റ് ആയിരുന്നു. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഇറങ്ങി അടുത്ത ബസ് കന്യാകുമാരിക്ക് പോകാൻ വേണ്ടി കയറി. അപ്പോൾ അടുത്ത വീഡിയോ ഞങ്ങൾ കന്യാകുമാരി പോകുന്നതാണ്.